In this section, we are discussing about the exogenic process weathering. Exogenic processes are those forces acting upon the Earth's surface mainly by the atmospheric agents. The exogenic forces or processes are also called denudational or dispersional processes because these forces are continuously engaged in the destruction of relief features created by the endogenic forces. The exogenic activities include weathering, erosion, and depositional activities. Exogenic processes are also called planation processes. എൻഡോജനിക് പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഭൂമിക്കകത്തുണ്ടാകുന്ന പ്രോസസ്സുകളെ എൻഡോജനിക് എന്നും അതിൽ എർത്ത് സർഫസിലുള്ള ഫീച്ചേഴ്സിനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ എക്സോജനിക് പ്രോസസ്സും എന്നാണ് വിളിക്കുന്നത്. എക്സോജനിക് പ്രോസസ്സ് പ്രധാനമായിട്ടും അതിൻ്റെ ഏജൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ഏജൻസ് തന്നെയായിരിക്കും. വാട്ടറോ എയറോ വിൻഡോ തുടങ്ങിയ ഏജൻസ് ആയിരിക്കും എക്സോജനിക് പ്രോസസ്സിന്റെ ഏജൻസ് എന്ന് പറയുന്നത്. എക്സോജനിക് ഫോഴ്സസിനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷണൽ പ്രോസസ്സ് എന്നും വിളിക്കാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എൻഡോജനിക് ഫോഴ്സസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫീച്ചേഴ്സ്, റിലീഫ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള റിഡ്ജസ് ആവാം, പ്ലേറ്റ്യൂസ് ആവാം, മൗണ്ടെയിൻസ് ആവാം, ഡോംസ് ആവാം, ഇതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ടാണ് എക്സോജനിക് പ്രോസസ്സിനെ ഡിസ്ട്രക്ഷണൽ പ്രോസസ്സ് എന്ന് വിളിക്കാറുള്ളത്. എക്സോജനിക് ആക്ടിവിറ്റീസിൽ പ്രധാനമായിട്ടും വരുന്നത് വെതറിങ്ങും അതുപോലെ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസുമാണ്. എക്സോജനിക് പ്രോസസ്സിനെ പ്ലാനേഷൻ പ്രോസസ്സ് എന്ന് വിളിക്കാറുണ്ട്. പ്ലാനേഷൻ മീൻസ് നമ്മളൊരു പ്ലെയിൻ സർഫസ് ആക്കുന്ന ഒരു പ്രോസസ്സിനെ, ഒരു ഹൈറ്റ് ഉള്ള ഒരു റീഫ് ഫീച്ചർ കാണും. ചിലപ്പോൾ അതൊരു പ്ലേറ്റും ആവാം, ഒരു റിഡ്ജ് ആവാം, ഒരു മൗണ്ടൻ ആവാം. അത് കണ്ടിന്യൂസ് ഇറോഷൻ കൊണ്ട് അതിനെ പ്ലെയിൻ ആക്കുന്ന പ്രോസസ്സിനാണ് പ്ലാനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം പ്ലാനേഷൻ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എക്സോജനിക് പ്രോസസ്സിനെ പ്ലാനേഷൻ പ്രോസസ്സ് എന്നും വിളിക്കാറുണ്ട്. Here we are discussing about weathering. Weathering can be defined as the physical disintegration and chemical decomposition of rocks yielding a variety of products such as soil, clay, boulders, sediments, etc. വെതറിങ്ങിന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ റോക്കിന്റെ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷനെയും കെമിക്കൽ ഡീകമ്പോസിഷനെയാണ് വെതറിംഗ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള വെതറിംഗ് പ്രോസസ്സ് കൊണ്ട് ഒരുപാട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് സോയിൽ, ക്ലേ, സെഡിമെന്റ്സ് ഒക്കെ തന്നെ വെതറിങ്ങിന്റെ ഒരു ബൈ പ്രോഡക്ട്സ് ആണ്. മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത് വെതറിംഗ് ഈസ് എ ടേം വിച്ച് ഡിസ്ക്രൈബ്സ് ദ ജനറൽ പ്രോസസ് ബൈ വിച്ച് ദ റോക്സ് ആർ ബ്രോക്കൺ ഡൗൺ അറ്റ് ദ എർത്ത് സർഫസ് ഇൻടു സച്ച് തിങ്സ് ആസ് സെഡിമെന്റ്സ്, clays, soil, and substances that are dissolved in water. Another definition says weathering may be defined as the mechanical fracturing or chemical decomposition of rocks by natural agents at the surface of the earth. മെക്കാനിക്കൽ ഫ്രാക്ചറിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിങ്ങിനെ തന്നെയാണ് മെക്കാനിക്കൽ ഫ്രാക്ചറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. Then factors controlling weathering. The main factors controlling weathering include structure and composition of rock, climate, topography, natural vegetation, and time. First, structure and composition of rock. The mineralogy and structure of a rock affects its susceptibility to weathering. Different minerals weather at different rates. Mafic silicates like olivine and pyroxene tend to weather much faster than felsic minerals like quartz and feldspar. വെതറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പാരന്റ് റോക്കിന്റെ സ്ട്രക്ചറും കോമ്പോസിഷനുമാണ്. കോമ്പോസിഷൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മിനറലോളജി, അതായത് അതിന്റെ മിനറൽ കോമ്പോസിഷൻ എന്താണ് എന്നതാണ് കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റോക്കിന്റെ മിനറലോളജി അല്ലെങ്കിൽ അതിന്റെ മിനറൽ കോമ്പോസിഷനെ ബേസ് ചെയ്തായിരിക്കും അത് എത്രത്തോളം വെതറിങ്ങിന് സസ്പെക്റ്റബിൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ മിനറലും വെതർ ചെയ്യുന്നതിന്റെ റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. മാഫിക് മിനറൽസ് ആയിട്ടുള്ള ഒലിവൈൻ, പൈറോക്സിൻ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ വെതറിംഗ് സംഭവിക്കുന്ന മിനറൽസ് ആണ്. അപ്പോൾ ഒലിവൈൻ പൈറോക്സിൻ കോമ്പോസിഷൻ കൂടുതൽ അടങ്ങിയ ഒരു റോക്ക് ആണെങ്കിൽ അതിന് വെതറിംഗ് പെട്ടെന്ന് സംഭവിക്കും. അതേസമയം ഫെൽസിക് മിനറൽസ് ആയ കോഡ്സ്, ഫെൽസ്പാറിനൊക്കെ കുറച്ചുകൂടി വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കോഡ്സ്, ഫെൽസ്പാർ അടങ്ങിയിട്ടുള്ള റോക്ക് ആണെങ്കിൽ അതിന്റെ വെതറിങ്ങിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ലോങ്ങർ ടൈം എടുക്കും അത്തരത്തിലുള്ള റോക്സിന് വെതറിംഗ് സംഭവിക്കാൻ, ഡീഗ്രഡേഷൻ സംഭവിക്കാൻ. And different minerals show different degrees of solubility in water, in that some minerals dissolve much more readily than others. For example, the water dissolves calcite more readily than it does feldspar. So calcite is considered to be more soluble than feldspar. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മിനറൽസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ചില മിനറൽസ് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, ചിലത് പതുക്കെ ഡിസോൾവ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ കാൽസൈറ്റ് തുടങ്ങിയ മിനറൽസ് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, പക്ഷെ ഫെൽസ്പാർ കുറച്ച് സമയം എടുക്കും അത് ഡിസോൾവ് ചെയ്യാൻ. അപ്പോൾ വെതറിംഗ് സംഭവിക്കുമ്പോൾ കാൽസൈറ്റ് അടങ്ങിയ ഒരു റോക്ക് ആണെങ്കിൽ, ഇപ്പോൾ കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയ ഒരു റോക്ക് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിന് വെതറിംഗ് സംഭവിക്കും. പക്ഷെ ഫെൽസ്പാർ അടങ്ങിയ റോക്ക് ആണെങ്കിൽ അത് കുറച്ച് സമയം എടുത്ത് അതിന് വെതറിംഗ് സംഭവിക്കത്തുള്ളൂ. A rock structure also affects its susceptibility to weathering. Here the rock structure mainly mean the joint, bedding plane, fault, fracture, voids, etc. in the rock. Massive rocks like granite generally do not contain planes of weakness, whereas layered sedimentary rocks are bedding planes that can be easily pulled apart and infiltrated by the water. Weathering therefore occurs more slowly in granite than in layered sedimentary rock. ഒരു റോക്കിന്റെ മിനറലോളജി പോലെ തന്നെയാണ് അതിന്റെ സ്ട്രക്ചറും അതിന്റെ വെതറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് റോക്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ അതിലെ ജോയിന്റ്സ്, അതിന്റെ ബെഡിങ് പ്ലെയിൻസ് എങ്ങനെയാണ്, ഫോൾട്ടിങ് ഉണ്ടോ, ഫ്രാക്ചേഴ്സ് ഉണ്ടോ, വോയിഡ്സ്, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇഗ്നിയസ് അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ് ഒക്കെ ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ അതിന്റെ വെതറിംഗ് എന്ന് പറയുന്നത് പതുക്കെ സംഭവിക്കാറുള്ളൂ. പക്ഷേ സെഡിമെന്ററി റോക്സ് ബെഡിങ് പ്ലെയിൻസ് കൂടുതലായതുകൊണ്ട് തന്നെ അത് വാട്ടർ കാരണം അതിന്റെ വെതറിംഗ് സംഭവിക്കുന്നത് വളരെ ഫാസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ഗ്രാനൈറ്റ് തുടങ്ങിയ റോക്സ് ഒക്കെ ആണെങ്കിൽ അതിന് വെതറിംഗ് വളരെ സ്ലോ ആയിട്ടായിരിക്കും ഒക്കർ ചെയ്യുന്നത്. അതേസമയം സെഡിമെന്ററി റോക്സിന് പെട്ടെന്ന് തന്നെ വെതറിംഗ് സംഭവിക്കും. Then climate. A region's climate strongly influences weathering. The climate is determined by the temperature of a region plus the amount of precipitation it receives. വെതറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ, ഒരു സ്ഥലത്ത് ലഭിക്കുന്ന ടെമ്പറേച്ചറും അതുപോലെ അവിടെ ലഭിക്കുന്ന പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ ഐസ് ആവാം, സ്നോ ആവാം, റെയിൻ ആവാം, ഡ്രിസിൽ ആവാം. Then warm climates affected by the chemical weathering, while cold climates are affected by the physical weathering, particularly by the frost action. In either case, the weathering is more pronounced with more moisture content. വാം ക്ലൈമറ്റ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് കെമിക്കൽ വെതറിംഗ് പ്രോസസ്സിനെയാണ്. അതേസമയം കോൾഡ് ക്ലൈമറ്റ് എഫക്ട് ചെയ്യുന്നത് ഫിസിക്കൽ വെതറിംഗ് പ്രോസസ്സിനെയാണ്. പ്രത്യേകിച്ച് ഫിസിക്കൽ വെതറിംഗിലെ ഫ്രോസ്റ്റ് ആക്ഷനെയൊക്കെ എഫക്ട് ചെയ്യുന്നത് കോൾഡ് ക്ലൈമറ്റ് ആണ്. Rainfall and temperature can affect the rate in which rock weather. High temperature and greater rainfall increases the rate of chemical weathering. Rainfall ടെമ്പറേച്ചറിനും ഒരു വെതറിംഗ് സംഭവിക്കുന്നതിന്റെ തോത് എഫക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഹയർ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചറും ഗ്രേറ്റർ റെയിൻഫോളും ആണെങ്കിൽ അത് കെമിക്കൽ വെതറിംഗിന്റെ തോത് വളരെയധികം കൂട്ടും. Rocks in tropical region exposed to abundant rainfall and hot temperature faster than similar rocks residing in cold or in dry regions. Tropical regionsൽ ഉള്ള റോക്സ് ആണെങ്കിൽ അവിടുത്തെ പ്രത്യേകത അവിടുത്തെ ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹെവി റെയിൻഫോളും ആണ്. അവിടെയുള്ള റോക്സ് മറ്റു സ്ഥലങ്ങളിലുള്ള റോക്സിനെക്കാട്ടും, അതായത് ഡ്രൈ റീജിയനിലോ അല്ലെങ്കിൽ കോൾഡ് റീജിയനിലോ ഉള്ള സ്ഥലത്തിലുള്ള റോക്സിനെക്കാട്ടും പെട്ടെന്ന് വെതറിംഗ് സംഭവിക്കുന്നത് ട്രോപ്പിക്കൽ റീജിയനിലുള്ള റോക്സിനാണ്. The biological activities are supposed by hot moist climate. For instance, burrowing, humid acid production during decomposition of plant matter are most likely in hot moist climate. In fact, a hot moist climate provides the most ideal environment for chemical weathering. ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റീസിനും ഒപ്പം തന്നെ
കെമിക്കൽ വെതറിങ്ങിനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഹോട്ട് മോയ്സ്റ്റ് ക്ലൈമറ്റ് ആണ്. ഹോട്ട് ആയിരിക്കും, ഒപ്പം തന്നെ മോയ്സ്ചർ കണ്ടന്റ് കൂടിയ ക്ലൈമറ്റ് ആണ് ബയോളജിക്കൽ ആക്ടിവിറ്റീസിനും കെമിക്കൽ വെതറിങ്ങിനും ഏറ്റവും കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുന്നത്. കാരണം ഹ്യൂമിക് ആസിഡിന്റെയും ഡികമ്പോസിഷന്റെയും ഒക്കെ ആക്ടിവിറ്റീസിനെ ഈ ഹോട്ട് മോയ്സ്റ്റ് ക്ലൈമറ്റ് സഹായിക്കുന്നുണ്ട്. Topography. The slope controls the physical disintegration of rocks and mass movement of weathered products down the slope. The rocks in the region of steep hill slope are easily disintegrated due to physical weathering, and they move the hill slope in the form of rockfall, debris fall, slide, talus creep, etc. The regions of gentle and moderate downslope are less affected by physical disintegration. Topography. ഒരു സ്ഥലത്തിന്റെ ഭൂപ്രകൃതിയും അവിടുത്തെ റോക്കിന്റെ വെതറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ സ്ലോപ്പ് വളരെയധികം കൂടിയ റീജിയൻസ് ആണെങ്കിൽ, സ്റ്റീപ്പ് ഹിൽ സ്ലോപ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാറുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിൽ ഡിസിൻറ്റഗ്രേഷൻ നടന്ന ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഡെബ്രീസും ടാലസും സ്ക്രീയും റോക്സും ഒക്കെ പെട്ടെന്ന് തന്നെ മാസ് മൂവ്മെന്റ് ചെയ്ത് ഡൗൺ സ്ലോപ്പിൽ എത്തിച്ചേരാറുണ്ട്. ഇനി ജെന്റിൽ അല്ലെങ്കിൽ മോഡറേറ്റ് ഡൗൺ സ്ലോപ്പ് ആണെങ്കിൽ അവിടെ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ വളരെ കമ്പാരിറ്റീവ്ലി സ്ലോ ആയിട്ടായിരിക്കും സ്റ്റീപ്പ് സ്ലോപ്പിനെ അപേക്ഷിച്ച് നടക്കുന്നത്. Then natural vegetation. The nature of weathering is largely determined by the presence or absence of vegetation in a particular region. Vegetation binds the rocks through their networks of roots and thus protect them from weathering and erosion, but at the same time the penetration of roots weakens the rocks by breaking them into several blocks. ഒരു സ്ഥലത്തെ നാച്ചുറൽ വെജിറ്റേഷന്റെ പ്രസൻസും ആബ്സെൻസും അവിടുത്തെ റോക്സിന്റെ വെതറിങ്ങിനെ സഹായിക്കാറുണ്ട്. ചില സമയത്ത് വെജിറ്റേഷൻ പോസിറ്റീവായിട്ടും ആക്ട് ചെയ്യാറുണ്ട്, നെഗറ്റീവായിട്ടും ആക്ട് ചെയ്യാറുണ്ട്. റോക്സിന്റെ നെറ്റ്വർക്ക് ഓഫ് റൂട്ട്സ് പ്രൊവൈഡ് ചെയ്ത് ഫർദർ ആയിട്ടുള്ള വെതറിങ്ങിനും ഇറോഷനും ഒരു പരിധി വരെ വെജിറ്റേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ഈ റൂട്ട്സ് പെനിട്രേറ്റ് ചെയ്യുന്നത് കാരണം റോക്സ് വീക്കായി ബ്രേക്കായി അങ്ങനെ ബയോളജിക്കൽ വെതറിങ്ങും സംഭവിക്കാറുണ്ട്. Dense vegetation protect the ground surface from direct impact of sun rays. The microorganisms associated with the roots of plants and trees encourage decomposition and disintegration of rocks through physicochemical weathering. ഡെൻസ് വെജിറ്റേഷൻ ഉള്ള റീജിയൻ ആണെങ്കിൽ അത് സണ്ണിന്റെ റേസ് ഗ്രൗണ്ട് സർഫേസിൽ ഡയറക്റ്റ് പതിക്കുന്നത് തടയാറുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് സണ്ണിന്റെ സൺലൈറ്റ് ആവശ്യമുള്ള മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡീകമ്പോസിഷൻ ആക്ടിവിറ്റീസ് അതിന് ചിലപ്പം കണ്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ഡെൻസ് വെജിറ്റേഷൻ ഒരു പരിധിവരെ റോക്ക് വെതറിങ്ങിനെ നിന്നും സഹായിക്കാറുണ്ട്. ചില സമയത്ത് ഈ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് റോക്ക് ഡീകമ്പോസേഷൻ, പ്രത്യേകിച്ച് ബയോളജിക്കൽ കെമിക്കൽ ആക്ടിവിറ്റീസ് വഴിയുള്ള ഡീകമ്പോസേഷന് മൈക്രോ ഓർഗാനിസംസ് അതിന്റെ തോത് കൂട്ടാറുണ്ട്. Time. The last factor influencing the weathering is time. The longer a rock is exposed to the agents of weathering, the greater the degree of alteration, dissolution, and physical breakup. The process of weathering is a time-taking process. The duration of time for which a rock is exposed to weather determines the extent of weathering. Very strong rocks, however strong they might be, will severely undergo weathering in hundreds of years. വെതറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സമയമാണ്. എത്രത്തോളം സമയം ഒരു റോക്ക് ഒരു എക്സ്പോസ്ഡ് ആണോ, ഒരു ഏജന്റുമായിട്ട് എക്സ്പോസ്ഡ് ആണോ, അത്രയും കൂടുതലായിരിക്കും അതിൽ ആ റോക്കിൽ ഉണ്ടാകുന്ന ഓൾട്ടറേഷനും ഡിസൊലേഷനും ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷനും ഒക്കെ. വെതറിംഗ് എന്ന് പറയുന്നത് വളരെ ടൈം ടേക്കിംഗ് ആയിട്ടൊരു പ്രോസസ്സാണ്. അതായത് ഏതാണ്ട് ഒരു 1000 years എടുത്തിട്ടാണ് വെതറിംഗ് സംഭവിച്ച് 1 inch ഓഫ് സോയിലൊക്കെ തന്നെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് വെതറിംഗ്. അപ്പോൾ എത്ര സമയം കൂടുതലാണോ ഒരു റോക്ക് മറ്റു ഏജൻസുമായിട്ട്, വാട്ടറുമായിട്ടോ വിൻഡുമായിട്ടോ ഒക്കെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്, അത്രയും ഇന്റൻസിറ്റി കൂടുതലായിരിക്കും ആ ഒരു റോക്കിന് നടക്കുന്ന വെതറിംഗ്. ഇപ്പൊ എത്രത്തോളം സ്ട്രോങ് റോക്ക് ആയാലും, ഇപ്പോൾ ഇഗ്നിയസ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്കിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള റോക്സ് ആണ്. അത് എത്ര സ്ട്രോങ് റോക്ക് ആയാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏജന്റുമായിട്ട് ഇങ്ങനെ സമ്പർക്കം വരുന്ന സമയത്ത് അതിൽ വെതറിംഗ് എന്ന് പറയുന്നത് സഡൻ ആയിട്ട് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എത്ര സ്ട്രോങ് ആയാലും അതിൽ വെതറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഫിനോമിന ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ട് അണ്ടർഗോൺ ചെയ്യും.
അപ്പോൾ ഇത്രയുമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വെതറിംഗ്.